ഹായ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഒരു ബർത്ത്ഡേ ട്രോൾസ് എഡിറ്റ് ചെയ്യാം എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ നമ്മൾ ഇന്നുകൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മൾ കൈൻ മാസ്റ്ററിലാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്താണ് ചെയ്യണത് അതനുസരിച്ച് സെറ്റ് ചെയ്യുക. ഏകദേശം എല്ലാ എഡിറ്ററും ഏകദേശം ഒരേ ടൈപ്പ് തന്നെ. അതിൻ്റെ സെറ്റിങ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കണം എന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത് കൈൻ മാസ്റ്ററിലാണ്. അപ്പോൾ നിങ്ങൾ കൈൻ മാസ്റ്ററിൽ ചെയ്യുന്നവരാണെങ്കിൽ അറിയാത്തവരാണെങ്കിൽ കൈൻ മാസ്റ്ററിൽ ചെയ്ത് നോക്കുക. കുറച്ച് പാടാണ്, പക്ഷേ നമ്മൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വരും. എല്ലാ കാര്യങ്ങളും തുടക്കം ചെയ്യുമ്പോൾ പാടാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏതാണ് എഡിറ്റ് ചെയ്യാനും നിങ്ങൾ ഉപയോഗിക്കണമെന്നുള്ള അത് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് ചെയ്യുക. ഞാൻ അകത്ത് ഉപയോഗിക്കുന്നത് കൈൻ മാസ്റ്ററിലാണ് ഇപ്പോൾ ചെയ്യണത്. അതുപോലെ തന്നെ ക്യാപ് കട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ ഇൻസ്റ്റ എഡിറ്റ് അതിനകത്ത് ചെയ്യാം, അതിനകത്തും ചെയ്യാം. അപ്പോൾ നിങ്ങളേതാണ് ഉപയോഗിക്കാറുള്ളത് അതനുസരിച്ച് ചെയ്യാം. ഞാൻ ഇന്ന് കൈൻ മാസ്റ്ററിൽ കാണിച്ചു തരാം. ക്രിയേറ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏതാണോ ഒരു ഫോൺ സൈസ് വേണ്ടത് അതനുസരിച്ച് സെലക്ട് ചെയ്യുക. യൂട്യൂബിലൊക്കെ ചെയ്യാനാണെങ്കിൽ 16:9 കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഷോർട്സ് ആണെങ്കിൽ 9:16. അപ്പോൾ ഞാൻ ആദ്യത്തെയാണ് കൊടുക്കുന്നത്. ഇത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട വീഡിയോ ഏതാണെന്ന് വെച്ചാൽ വീഡിയോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇതൊരു വീഡിയോ സെലക്ട് ചെയ്യാണ്. വീഡിയോ വന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. മീഡിയ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. മീഡിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ കാണിക്കും. അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് വേണ്ട വീഡിയോസ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് വീഡിയോൻ്റെ ഭാഗത്ത് എവിടെ വെച്ചാണോ കട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഇത് കണ്ടോ, അടുത്ത ഒരു കട്ട് ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കട്ട് കൊടുക്കുക, സെലക്ട് ചെയ്യുക, ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്പ്ലിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, സ്പ്ലിറ്റ് കൊടുക്കുക. ഇപ്പോൾ 2 പോർഷനായിട്ട് കട്ടായി. ഇവിടെ എന്തെങ്കിലും എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു എഫക്റ്റ് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ഈ ഒരു എഫക്റ്റ് വരും. അത് നമ്മുടെ ഇഷ്ടാനുസരണം ഒരുപാട് എഫക്റ്റുകൾ ഇതിനകത്ത് കിട്ടും. അതനുസരിച്ച് ചെയ്യാം. കുറേ ടൈപ്പ് എഫക്റ്റുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഗെറ്റ് മോറിൽ പോയി കഴിഞ്ഞാൽ കുറേ എഫക്റ്റുകൾ വേറെയും കിട്ടും. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ബർത്ത്ഡേ ട്രോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഫോട്ടോ കാണിക്കണം എന്നുള്ള ഓപ്ഷൻ വേണമെങ്കിൽ ഇവിടെ വയ്ക്കുക. എന്നിട്ട് ലെയറിൽ പോയിട്ട് മീഡിയ പോയിട്ട് ഫോട്ടോ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കുക, സെലക്ട് ചെയ്യുക. അപ്പോൾ കണ്ടോ ഫോട്ടോ വരും. അപ്പോൾ എവിടെ നിന്നാണോ നമുക്ക് ഫോട്ടോ വേണ്ടത്, ഈ ഒരു പോർഷനിൽ നിന്നാണെങ്കിൽ ഈ ഒരു പോർഷനിൽ നിന്ന് ഫോട്ടോ വയ്ക്കുക. എന്നിട്ട് നമുക്ക് സാധാരണ പോലെ തന്നെ ഇങ്ങനെ 2 കൈ കൊണ്ട് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതല്ലാതെ ചെയ്യാമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻ കൊടുത്തിട്ട് 2 ഫോട്ടോ ഒക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ ഒരു ഫോട്ടോ വയ്ക്കുക. അതേപോലെ തന്നെ മീഡിയയിൽ പോയിട്ട് അടുത്ത ഫോട്ടോ ഇങ്ങോട്ട് എടുക്കുക. അങ്ങനെ 2 ഫോട്ടോ അപ്ലോഡ് ചെയ്ത് വയ്ക്കുക. കണ്ടോ ഈ ഒരു പോർഷനിൽ. പിന്നെ ഫുൾ സ്ക്രീനിൽ കാണുമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് മാറ്റുക, ഓഫ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉണ്ടോ ഇവിടെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് കൈൻ മാസ്റ്ററിൽ. പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും സോങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരാണെങ്കിൽ ഉള്ള ഓപ്ഷൻ കാണിച്ചു തരാം. സോങ്ങോ കാര്യങ്ങളോ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓഡിയോ പോവാം. ഉണ്ടോ ഇവിടെ ഓഡിയോ എന്ന ഓപ്ഷൻ വരും. നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഏതെങ്കിലും സോങ് വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് എടുക്കാം. ഈ കൈൻ മാസ്റ്ററിലുള്ള സോങ്ങുകൾ എന്തെങ്കിലുമൊക്കെയാണ്. അതുപോലെ തന്നെ ഷോർട്സിന് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് അതിനകത്തുണ്ടെങ്കിൽ കാണിക്കും. അല്ല നമുക്ക് യൂട്യൂബിൽ നിന്നാണ് ഏതെങ്കിലും പാട്ട് ഡൗൺലോഡ് ചെയ്യണം, അത് നമ്മൾ ഫോണിൽ കിടക്കേണ്ടത്, അത് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൽബത്തിൽ പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. അതിൻ്റെ പേര് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ കിടക്കണമെന്നുള്ളത് കാണിച്ചു കഴിഞ്ഞാൽ അത് ഇതിനകത്ത് വരും. എന്നിട്ട് നേരെ ഇപ്പോൾ ഇതാണെങ്കിൽ സെലക്ട് ചെയ്യുക, ആഡ് കൊടുക്കുക, ആഡ് കൊടുക്കുക. എന്നിട്ട് എവിടെ നിന്നാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ എന്തെങ്കിലും എഫക്റ്റോ സോങ്ങിൻ്റെ എന്തെങ്കിലും എഫക്റ്റോ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചിരിക്കുന്ന എഫക്റ്റ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യുക. ബാക്കിയുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സ്പ്ലിറ്റ് കൊടുക്കുക, കട്ട് കൊടുക്കുക. ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെലക്ട് ചെയ്യുക. ഈ ഒരു ഓപ്ഷനകത്ത് ഇവിടെയാണ് മുകളിൽ ഡിലീറ്റ്, റൈറ്റ് സൈഡിൽ മുകളിൽ ഡിലീറ്റ് കൊടുക്കുക. ബാക്കിയുള്ളത് ഡിലീറ്റ് ആയിപ്പോൾ. ഇങ്ങനെയാണ് സെറ്റ് ചെയ്യണത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കത് ചെറുതാക്കാം ഫോട്ടോ. പിന്നെ അതിനകത്ത് നമുക്ക് വേണ്ടാത്ത പോർഷൻസ് കട്ട് ചെയ്യാൻ അറിയാമല്ലോ. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ സെലക്ട് ചെയ്യുക,
സ്പ്ലിറ്റ് കൊടുക്കുക, കട്ട് ചെയ്യുക. എന്നിട്ട് ഇത്രയും പോർഷൻ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഫോട്ടോ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതുപോലെ കട്ട് ചെയ്ത് കളയണം. ആ ഒരു പോർഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, സ്പ്ലിറ്റ് കൊടുക്കുക. എന്നിട്ട് വേണ്ടാത്ത പോർഷൻ ഏതാണോ സെലക്ട് ചെയ്യുക, എന്നിട്ട് മുകളിൽ ഡിലീറ്റ് കൊടുക്കുക. കണ്ടോ, ആ ഒരു പോർഷൻ പോയി. കണ്ടോ, അങ്ങനെ നമ്മളതനുസരിച്ച് നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെയാണോ എന്നുള്ളതനുസരിച്ച് സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണം, നമുക്ക് ഓഡിയോ പോലെ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഉണ്ടാവും റെക്കോർഡ് ബട്ടൺ. ഈ ഒരു റെക്കോർഡ് ബട്ടണിൽ കൊടുത്തിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് റെക്കോർഡാവും. നമുക്കതനുസരിച്ച് റെക്കോർഡ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഇനി ഇതിനകത്ത് എന്താണ് വേണ്ടത്? വീഡിയോ ഡൗൺലോഡ് ചെയ്യണ ഓപ്ഷൻ നിങ്ങൾക്കറിയാലോ. വീഡിയോ യൂട്യൂബിൽ നിന്നുള്ള ഏതെങ്കിലും വീഡിയോ ആണ് എടുക്കേണ്ടതെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് നമുക്ക് വേണ്ട വീഡിയോയിൽ നിന്ന് അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് ഗൂഗിളിൽ കയറിയിട്ട് നമുക്ക് വേണ്ട ഒരു പോർഷൻ ആ വീഡിയോൻ്റെ ലിങ്ക് യൂട്യൂബ് ഡൗൺലോഡർ എന്ന് അടിച്ചു കൊടുത്തതിന് ഇഷ്ടംപോലെ ലിങ്കുകൾ വരും. അതിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട് വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഈ വീഡിയോ അങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തത്. അപ്പം നമുക്ക് വേണ്ട പോർഷൻ ഏതനുസരിച്ചാണ് അതനുസരിച്ച് സെറ്റ് ചെയ്യുക. വേണ്ടാത്ത പോർഷൻസ് കട്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെയാണ് സെറ്റ് ചെയ്യണത്. ഇനി ഇതിനകത്ത് നിന്ന് വീഡിയോ നമുക്ക് ഇൻപുട്ടായിട്ട് എടുക്കണമല്ലോ, ഔട്ട്പുട്ട് കിട്ടണമല്ലോ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാട്ടർമാർക്ക് ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ എടുക്കാം. ഞാൻ ചുവന്ന് കൊടുക്കാം ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സൈഡിൽ വയ്ക്കാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം. അതുപോലെ തന്നെ വലിച്ചു കൊണ്ടുകഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് വീഡിയോൻ്റെ ഫുള്ളായിട്ടും കാണിക്കും. കണ്ടോ, ഇതുപോലെ. എന്നിട്ട് അതിനകത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും വാട്ടർമാർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ടെക്സ്റ്റിനകത്ത് നമുക്ക് കളർ കൊടുക്കണം എന്നൊക്കെയുള്ള ഓപ്ഷൻസ് അതെ ഈ ടെക്സ്റ്റിൻ്റെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഷാഡോ പോലെ ചെറിയ രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ കണ്ടോ, അതിൻ്റെ ഇത് കുറച്ചിടും കൂട്ടിയൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല രീതിയിലും സ്ക്രീനിന് എഫക്റ്റ് ആവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും. കണ്ടോ, ഇതാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. എക്സ്പോർട്ട് ചെയ്യണത് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അത് മൂവ് ചെയ്യണം. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് പേരൊക്കെ മൂവ് ചെയ്യണം. അത് ഞാൻ കാണിച്ചില്ലല്ലോ, ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം കേട്ടോ. പേരൊക്കെ ഇപ്പോൾ ഇവിടെ ഒരു പേര് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ജോ തന്നെ കൊടുക്കുകയാണ്. ഈ ഒരു പേര് കൊടുത്തിട്ട് നമ്മൾ താഴെ പോയിട്ടുണ്ടോ, ഈ ഒരു ടെക്സ്റ്റിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഈ ഒരു ഓപ്ഷനകത്തേക്ക് മാറിക്കുണ്ട്. അപ്പോൾ ഒരു പച്ച കൊടുക്കണം. ഇതിപ്പോൾ ചെറുതായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഈ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ കൊടുത്തു. മൂവ്മെൻ്റ് ഉള്ള ഭാഷ കാണിച്ചിട്ടാട്ടോ. ഇവിടെ തന്നെ കൊടുക്കാം. ഈ പുള്ളിയുടെ കൈ നോക്കാം കേട്ടോ, കൈക്കനുസരിച്ച് നമുക്ക് മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ നോക്കാം. ഈ ഒരു വീഡിയോൻ്റെ ലെങ്ത് ഇത്രയാണെന്ന് വയ്ക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ അതനുസരിച്ച് കറക്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്യുക, ആ ഒരു പേരിൻ്റെ പോർഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് മൂവ്മെൻറ്റ് നമുക്ക് കൊടുക്കണം, അതായത് കൂടെ പോകണം എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വീഡിയോയ്ക്ക് അനുസരിച്ച് ടെക്സ്റ്റ് മൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് അനുസരിച്ച് ടെക്സ്റ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ ഒരു ലെഫ്റ്റ് സൈഡിലൊരു റൗണ്ടിലൊരു പ്ലസ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അത് ഏറ്റവും ഫ്രണ്ടിലൊന്ന് വയ്ക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടെങ്കിൽ അത് കളയാം, വേണ്ടാത്ത പോർഷൻ ഉണ്ടെങ്കിൽ അത് കളയാം. നമുക്ക് ഇവിടെ തുടങ്ങുന്ന സ്റ്റാർട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈയുടെ മൂവ്മെൻറ്റ് കണ്ടോ, കൈയുടെ മൂവ്മെൻറ്റ് അനുസരിച്ച് ആ ഒരു നമ്മുടെ ഒബ്ജക്റ്റിനെ മാറ്റി കൊണ്ടുപോകാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ ചെയ്യാനനുസരിച്ച് സൂക്ഷിച്ച് വൃത്തിയായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഓരോ പോർഷൻസും. അതനുസരിച്ച് മൂവ്മെൻ്റ് അനുസരിച്ച് കൊണ്ടുപോകാം. പുള്ളി പോയി. അപ്പോൾ ഇങ്ങനെയാണ് പോവാം. ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം പ്ലീസ് കണ്ടോ, ആ ഒരു സെറ്റപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു മൂവ്മെൻ്റ് അനുസരിച്ച് നമ്മൾ അത് കറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സെറ്റ് ആവുള്ളൂ. ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് ഇച്ചിരി പാടായിട്ട് തോന്നും, എങ്കിലും അതനുസരിച്ചാണ് സെറ്റ് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ മൂവ്മെൻറ്റും. പിന്നെ നമുക്കിവിടെ ഫോട്ടോ ആഡ് ചെയ്യണത് മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ്
ചെറുതായിട്ടുള്ള പരിപാടികൾ, അതായത് നമ്മുടെ ബർത്ത്ഡേ ട്രോൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ പരിപാടികൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. വേണ്ടാത്ത പോർഷൻസ് കട്ട് ചെയ്യാനൊക്കെ മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇതോടെയാണ് സെറ്റ് ചെയ്യണത്. പിന്നെ അതിനകത്ത് എക്സ്പോർട്ട് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഈ മുകളിൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഈ ഒരു ബട്ടണില്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകും. സേവ് ആൻഡ് ഷെയർ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകും. ഞാൻ നമുക്ക് വേണ്ട ക്വാളിറ്റി അതെന്നുള്ളതനുസരിച്ച് സെറ്റ് ചെയ്യാം. 4K ഉണ്ട്, അതുപോലെ തന്നെ HD ഉണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാം. 60 ഫ്രെയിം കൊടുക്കുക, അല്ലെങ്കിൽ 30 ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.